ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വാസ് മമ്മ വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു നാച്ചുറൽ ലിപ് ബാം എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വെറും 2 ചേരുവ മതി. ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് ഒരു ബീട്രൂട്ടാണ്. ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തത്. ഇതൊന്ന് പീൽ ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, അതൊക്കെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ബീട്രൂട്ട് നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ വെള്ളം മാത്രം മതി നമുക്ക്. ഏറ്റവും ചെറിയ അരിപ്പ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 2-3 തവണ ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. നല്ലോണം ഇതിലുള്ള ജ്യൂസ് നമുക്ക് കിട്ടണം. എനിക്കിപ്പോൾ ഈ ഒരു ബൗളിലുള്ള അത്രയും കിട്ടിയത്. ഇനി ഇതൊന്നും ഒരു പാനിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിലുള്ള ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കൂ. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. നല്ലോണം വറ്റി വന്നാൽ എനിക്ക് അവസാനം കിട്ടിയത് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സത്താണ് കിട്ടിയത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടുക്കടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ചൂടോടുക്കടെ തന്നെ മാറ്റണം. ചൂടാറിയാൽ ഇതിൻ്റെ കൂടെ വറ്റിപ്പോകും. ഞാനൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അളന്ന് നോക്കാം എത്ര ഇത് കിട്ടിക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ അടുത്ത ചേരുവ ഗീ നമുക്ക് അതേ മെഷർമെൻറ്റിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 1/2 ടേബിൾ സ്പൂണാണ് കിട്ടിയത്. അപ്പോൾ സെയിമായിട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യുക. ഏതായാലും പ്രശ്നമില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യോ കോക്കനട്ട് ഓയിലോ മാത്രമേ ഇതിൽ ചേർക്കാൻ പറ്റുള്ളൂ. ഓയിലൊന്നും ചേർക്കാൻ പറ്റില്ല. ഇതൊന്ന് നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ടിന്നിലേക്ക് മാറ്റാം. ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കണം, എന്നാലേ ഇതൊന്ന് സെറ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ടിന്നെടുക്കുക. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു ടിന്നാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുക. ഫ്രീസറിൽ വെക്കരുത്. ഒന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞാലേ ഇതൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ല, അതൊന്ന് സെറ്റായി വന്നിക്കണ്. ലിപ് ബാമിൻ്റെ അതേ ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, കളറൊക്കെ അതുപോലെ തന്നെ നല്ല റെഡ് കളറിൽ തന്നെ കിട്ടിയത്. അപ്പോൾ ഹോം മെയ്ഡാണ്. കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ മോക്കൊന്ന് ഇട്ട് കാണിച്ചു തരാം. മോള് ലിപ്സ്റ്റിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഫ്രിഡ്ജിന് പുറത്തെടുത്താൽ അതൊന്ന് അലിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.